അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ഗംഭീര സമസ്യയായിട്ട് ഇത് ഗംഭീരമായിട്ട് ആലോചനാക്കനായ വിഷയമായിട്ട് ഫാസ്റ്റ് ಫುಡ್ಗೆ ಅಡಿಕ್ಟ್ ಆയ ഒരു സമൂಹ അതേപോലെ എല്ലാ ರೀತಿಯ ರೋಗ ರುಜಿನಗಳು ಅದು ഒരു ಕಮ್ಯುನಿಟಿ ತೇಡಿ ಬಂದುಂಟುಳ್ಳದು. ಇಂದು ಹಾಸ್ಪಿಟಲ್ಸ್ಗೂ ಬೇರೆ ಬೇರೆ ಮೆಡಿಕಲ್ സ്റ്റോറുകളോട് പോയെങ്കും ഇടി ഇന്ത്യത്തില് 15% ഉള്ള എനിക്ക് മുസ്ലിമും ക്യൂ നിന്നത് ഞങ്ങൾ കണ്ടു. അതേപോലെ അന്യമതീയ ആൾമാർ 85% കൂടെ ഉള്ളത് ആ കണക്കിൽ ഞങ്ങളെ കാണുക തീരാന്ത് ഞങ്ങളെ മാത്രം കാണണായിട്ട് നേരെ തദ്വിരുദ്ധമായിട്ട് ഞങ്ങൾ മാത്രം ക്യൂ കെട്ടിട്ടുള്ളതും എനി ടൈം ഞങ്ങളെ ഫണ്ട് കളക്ഷനും ಬೇರೆ ಬೇರೆ ರೀತಿಲಿ പള്ളിയിൽ കളക്ഷനും സീക്കായിട്ട് അപ്പൊ ഇത് എന്തുകൊണ്ടിട്ടു ഇങ്ങനെ ആയോണ്ടുണ്ടു ചൊല്ലിന്റെ ಬಗ್ಗೆ ചിന്തന ഇല്ല. ഞങ്ങളൊരു ഫുഡ് വിഷയ ഹോട്ടൽ ഫാസ്റ്റ് ഫുഡ് വിഷയത്തിലൊരു വലിയൊരു രീതിയിൽ ഒരു ബോധവൽക്കരണ ആവണായ കണിക്കത്തെ ഒരു വിഷയമായിട്ട് മക്ക എവിടത്തോളം ചെന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇല്ലാണ്ട് സാധ്യമേ ഇല്ലാത്ത ഒരു സ്ഥിതിക്ക് എത്തിയത്. ഡെയിലി ഈ ചെറിയ ബേസിൽ പ്രോട്ടീൻ ಯಾರುಳ್ಳದೈಟಿಕ್ ಚಿಕನ್ ಬಾಕಿ ಹೈಯೆಸ್ಟ್ ಯಾರ ಕ್ಯಾಲೋರಿ ಇಲ್ಲ ಕಣಿಕತ್ತೆ ಪಿಜ್ಜಾ ಬರ್ಗರ್ ಇದೆಲ್ಲം ಕಿಡ್ನಿ ಅದರೆಲ್ಲ ಫಿಲ್ಟರ್ ಹಾಕಿ കൊടുക്കണം. ಕಿಡ್ನಿಗೆ ಈ ചെറിയല് ഈ ನಮ್ಮ പ്രഷർ ಬಂದಿಟ್ಟಾಗಿ അത്ര ಬೇಗ ಕಿಡ್ನಿ ಡ್ಯಾಮೇಜ್ അവിടെ എനിക്കത്തെ ഒരു സംഭവം ജാസ്തി എത്തിക്കരുത്. അതേപോലെ കിഡ്നി ഇഷ്യൂസ് എല്ലാ റായത്തിലും എല്ലാ ജമാത്തിലും കിഡ്നിയുടെ രോഗിയെ ഇല്ലാത്തങ്ങ ഇല്ല. അത്ര കിഡ്നി രോഗം ഹൃദയ രോഗം നാലതിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പ ಇದಕ್ಕೆ ಪರಿಹಾರമായിട്ട് എന്തിനും എത്ര ഫാസ്റ്റ് ഫുഡ് ಕುಡಿತಾ ಫಾಸ್ಟ್ ಫುಡ್ ಹೋಟೆಲ್ എത്ര ಕುಡಿತಾ അത്ര ആസ്പത്രികൾ കൂടു ചൊല്ലേക്ക് മൈക്കാല വലിയൊരു ഉദാഹരണ ഇട്ടിക്കരുത്. മൈക്കാലത്തില് നാളത്തെ നാൾക്ക് ഹോസ്പിറ്റൽ ഇംപ്രൂവ്മെന്റ് അല്ലാണ്ട് ഒരേ ഒരു ഹോസ്പിറ്റൽ ലോസിൽ പോകേണ്ടതില്ല. ലോസ് ആയിട്ട് ബന്ധാവാത്ത ഒരു ബിസിനസ് ആയിട്ട് ഹോസ്പിറ്റൽ. അപ്പൊ അതേപോലെ നാളത്തെ നാൾക്കും ഫാസ്റ്റ് ഫുഡും യാറായിട്ടുണ്ട്. ആ ഫാസ്റ്റ് ഫുഡും ഇതുക്കും ഒരു സംബന്ധമുണ്ട്. ആ സംബന്ധത്തെ കാരണമായിട്ട് ഇങ്ങനെ ഞങ്ങൾ ರೋಗಿಯಾയിട്ട് മാറിയിട്ടുള്ളത്. ಇದ್ರ ಬಗ್ಗೆ ಮಕ್ಕಳಿಗೆಲ್ಲ ಪಡಿಪಾಟಿ ಕೊಡ್ತಿಲ್ಲ ಫ್ಯೂಚರ್ಗೆ ಎಲ್ಲಾರ್ಗು ಸಮಸ್ಯೆ ಬರೋಕು ಚಾನ್ಸ್ ಉಂಟು.